जय माधव कुंज बिहारी, जय राधा माधव कुंज बिहारी, जय गोपी जन वल्लभा, जय गिरिवरधारी, जय गिरिवरधारी, जय गोपी जन वल्लभा, जय गिरिवरधारी, जय गिरिवरधारी, जय यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यमुना तीरावन चारी, जय राधा माधव कुंज बिहारी, हरे हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे। कृष्ण माता जी दंडवत प्रणाम। हरे कृष्ण। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं भरिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिख्यं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामधारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्यति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नीलाचलनिवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्ण. ഇനി നമ്മൾ 12ാമത്തെ ശ്ലോകം, 12ാം അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച ശ്ലോകമാണ്, മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ ശ്ലോകം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗാസ്ത്യാഗാശ്ചാന്തിരനന്തരം. നമുക്കറിയാം ഈ അധ്യായത്തിൽ കൂടി ഭഗവാന് പല വഴികൾ പറഞ്ഞു തരുന്നുണ്ട് ഭഗവാനെ പ്രാപിക്കാൻ, ഇല്ലേ? ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ഇങ്ങനെ
അനേകം മാർഗങ്ങളെ ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളുടെ ബുദ്ധിക്ക് നമ്മളുടെ കഴിവിനും അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. അത് തന്നെയുമല്ല, ഓരോ വഴിയെ കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എവിടെയും പറയുന്നുണ്ട്, എല്ലാ അധ്യായത്തിലും പറയുന്നുണ്ട്, കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നോട്ട് പോകുക. അതാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അതായത് നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാനില് കേന്ദ്രീകരിക്കുക, ശ്രദ്ധയോടെ ഭഗവാനെ ആരാധിക്കുക എന്നാണ് നമ്മളുടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കിയത്. അപ്പം ഇതും പറ്റാത്തവരെന്താ ചെയ്യേണ്ടത്? ജ്ഞാനമാർഗത്തിൽ കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ശ്ലോകം എന്ന് പറഞ്ഞാല് നിഷ്കാമ കർമ്മയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുക, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി കർമ്മം ചെയ്യുക, അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ നിഷ്കാമ കർമ്മയോഗം പരിശീലിക്കുമ്പോൾ, അതായത് കർമ്മത്തെ എന്താക്കി മാറ്റും? കർമ്മയോഗമാക്കി മാറ്റും. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളില് ഭഗവാനെ കൂടി ഉൾപ്പെടുത്തുക, അപ്പൊ അത് കർമ്മയോഗമാകും. അപ്പൊ കർമ്മയോഗത്തിൽ പോകുമ്പോൾ നമ്മള് ഫലത്തില് നമ്മൾ ആസക്തി വെക്കും. ഞാൻ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള ആ കർമ്മഫലത്തിനോടുള്ള ഒരു ആസക്തി അതിൽ വരും. അപ്പൊ ആസക്തി ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അത് എന്താകും? നിഷ്കാമ കർമ്മയോഗമാകും. ആ നിഷ്കാമ കർമ്മയോഗത്തിൽ വരുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടും. ആ ഭഗവത് ജ്ഞാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ നീങ്ങും. അങ്ങനെ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. പക്ഷെ ഇത് ഉടനടി ഒന്നും നടക്കില്ല, ഇതിന് സമയമെടുക്കും. ചിലപ്പോൾ ഈ ജന്മം കൊണ്ട് തന്നെ നമുക്കിത് നേടാൻ സാധിച്ചില്ല എന്ന് വരും. പക്ഷെ നമ്മള് ഇവിടെ പറയുന്നുണ്ട്, മനസ്സിനെയും ബുദ്ധിയും, അതായത് ശ്രദ്ധയോടെ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കാത്തവർക്ക് ജ്ഞാനമാർഗത്തിൽ കൂടി മുന്നോട്ട് പോകാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്ത് വരും? നമുക്ക് മനസ്സിന് ശാന്തി കൈവരിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, ജ്ഞാനമാർഗത്തിൽ പോകുന്നതിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാന്റെ ആ രൂപത്തെ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ധ്യാനം എന്ന് പറയുന്നതും ശ്രേഷ്ഠമാണ്. അപ്പം അവിടെയും എന്ത് വേണം? കർമ്മഫലങ്ങളെ തിരിക്കണം. തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മനസ്സിന് ശാന്തി കിട്ടുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. കർമ്മയോഗത്തിൽ വന്നിട്ട് നിഷ്കാമ കർമ്മയോഗം പരിശീലിച്ചിട്ട് ജ്ഞാനയോഗത്തിൽ കൂടി മുന്നോട്ട് പോയിട്ട് ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരുക. അപ്പം ഭക്തിക്ക് വേണ്ടി ഇപ്പൊ കർമ്മയോഗം അനുഷ്ഠിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഭക്തിയോഗത്തില് എന്ന് പറഞ്ഞാൽ അതിലെ കർമ്മജ്ഞാനമോ ഒന്നും ഭക്തിയോഗത്തിൽ വരുന്നില്ല. ആർക്കും വലിയ പണ്ഡിതനാവണമെന്നില്ല ഭക്തിയോഗം പരിശീലിക്കണമെങ്കിൽ. ആർക്കും എവിടെ വെച്ചിട്ടും എപ്പോഴും ഏത് സമയത്തും ഭക്തിയോഗം പരിശീലിക്കാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗമാണ് ഭക്തിയോഗം. അതും ഭക്തിയോഗത്തിൽ വന്ന് കൃഷ്ണാവബോധത്തിൽ കൂടി ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നേറുന്നവരെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മയ്യേവ മന ആധൽസം മയ്യേ ബുദ്ധിയും നിവേശ്യ. മനസ്സും ബുദ്ധിയും എന്നില് അർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തിരുനാമം ജപിക്കാൻ അവസരം കിട്ടുന്നത് വൈഷ്ണവരുടെ കൃപ കൊണ്ടാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് തിരുനാമം ജപിക്കുമ്പോൾ നമ്മളുടെ ഉള്ളില് ഭഗവാനെ പരിപൂർണമായിട്ടും ഭഗവാന്റെ ആ രൂപം നമ്മളുടെ ഉള്ളില് ഉറപ്പിക്കാന് നമുക്ക് സാധിക്കും. ഭഗവാനിലെ മനസ്സ് കേന്ദ്രീകരിക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ ആ ഭഗവാൻ തന്നെയാണ് നമുക്ക് ധ്യാനിക്കാനുള്ള, ആ രൂപത്തെ ധ്യാനിക്കാനുള്ള കഴിവ് തരുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പം ഇവിടെ പറയുന്ന, ഒന്നും കഴിയാത്തവർ എന്ത് ചെയ്യണം? ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കുക, അതായത് ആത്മാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആത്മജ്ഞാനം നേടി അതിൽ കൂടി മുന്നോട്ട് പോകാനാണ് ഭഗവാൻ പറയുന്നത്. ആത്മജ്ഞാനം നേടി കഴിയുമ്പോൾ ആ ഭഗവാന്റെ രൂപം ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ അഷ്ടാംഗ യോഗത്തിൽ കൂടി മുന്നോട്ട് പോവുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നീട് ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭഗവത് സാക്ഷാത്കാരം സാധ്യമാകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞതകളൊക്കെ ഇല്ലാതാക്കാന് സാധിക്കും. അങ്ങനെ
ആത്മസാക്ഷാത്കാരം നേടി അതിൽ നിന്നും പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് വരണം. അതിന് അഷ്ടാംഗ യോഗത്തിൽ കൂടിയ പരമാത്മ സാക്ഷാത്കാരം നേടാൻ സാധിക്കുള്ളൂ. അത് നമ്മളെ മുൻ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? അപ്പം ഇതും പറ്റിയില്ലെങ്കിലോ നമ്മളുടെ ആത്മാവിനെ ശ്രദ്ധ കൊണ്ടുവരിക. ആത്മാവിന്റെ പ്രത്യേകതകൾ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇല്ലേ? ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കത്തില്ല, വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലാൻ സാധിക്കില്ല. ഇങ്ങനെ ആത്മാവിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മളുടെ ആത്മാവിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ആരാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അഷ്ടാംഗ യോഗം മാർഗത്തിലേക്ക് വരിക. അപ്പം ആത്മസാക്ഷാത്കാരം, അത് കഴിഞ്ഞ് പരമാത്മ സാക്ഷാത്കാരം, അത് കഴിഞ്ഞിട്ട് ഭഗവാനെ സാക്ഷാത്കരിക്കുക. അപ്പം പരമാത്മ സാക്ഷാത്കാരം സാധിക്കാത്തവരെന്ത് ചെയ്യണം? ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചിട്ട് ആ ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അതായത് 2-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകത്തില് നിഷ്കാമ കർമ്മയോഗത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കർമ്മഫലത്തിലുള്ള വാസനകള് ആസക്തി ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ആ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുക, ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴോ കർമ്മഫലത്തിൽ ആസക്തി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനഃശാന്തി നേടിയെടുക്കാന് സാധിക്കും. അപ്പൊ കർമ്മഫലത്തിനോടുള്ള ആസക്തി വരുമ്പോഴാണ് നമുക്ക് മനഃശാന്തി കിട്ടാത്തത്. 3-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കർമ്മേന്ദ്രിയാണി സംയമ്യ. പറയും ശരിയായ രീതിയിൽ നമ്മൾ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മനസ്സിന് ശാന്തി കിട്ടും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പരമാത്മജ്ഞാനത്തിന് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ആ പരമാത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധഭക്തിയുടെ തലത്തില് എത്തിച്ചേരാന് സാധിക്കും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തലത്തിൽ നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാല് ഭഗവാനെ ഐശ്വര്യ രൂപത്തില് പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നത് അർജുനന് വേണ്ടിയല്ല. കാരണം എന്താണ്? അർജുനൻ ശുദ്ധഭക്തനാണ്. അർജുനൻ ഈ വഴിക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള വഴികളൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് അത്രമാത്രം നമ്മളുടെ ബുദ്ധി വികസിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു ശുദ്ധഭക്തിയുടെ തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് അനുയോജ്യം ഏതാണോ ആ വഴിയെ മുന്നോട്ട് പോകാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനുള്ള മാർഗമാണ്? ഇങ്ങനെ നിഷ്കാമ കർമ്മയോഗത്തിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാല് വൈകുണ്ഠ പ്രാപ്തി നേടാന് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഭക്തിയുടെ സേവനത്തിന്റെ പാത പിന്തുടരാൻ സാധിക്കാത്തവർക്ക് ഈ പറഞ്ഞ വഴിയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകാന് സാധിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും മയ്യേവ മനാഥൽസ്വം മയ്യേ ബുദ്ധി നിവേശ്യ. ഭഗവാൻ ഇതേ പറയുന്നുള്ളൂ, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ എന്നിൽ കേന്ദ്രീകരിക്കൂ. ഇതാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. അപ്പം നമ്മള് അങ്ങനെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ കേന്ദ്രീകരിക്കുന്നതിന് എളുപ്പമാണ് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ആ രൂപം നമ്മളുടെ ഉള്ളിൽ വരും. ആ രൂപത്തെ മുറുക്കി പിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാന് സാധിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളില് ഭാവഭക്തി കൈവരും. ഭാവഭക്തി ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നിരന്തരമായിട്ടുള്ള പരിശീലനം, അഭ്യാസം. നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ കൂടി നമുക്ക് ഭഗവത് ജ്ഞാനം നേടിയെടുക്കാം. അതും ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ജ്ഞാനത്തെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക. അതൊരു ത്യാഗമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്ക് മനഃശാന്തി കിട്ടും. അപ്പൊ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയാമക തത്വങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ ഭഗവാനിലെ ഉള്ള ആസക്തി, അതായത് നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ഭഗവാനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. അപ്പൊ അത് സാധിക്കാത്തവർക്ക് ജ്ഞാനമാർഗത്തിൽ കൂടി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ ആ സ്വരൂപസ്ഥിതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മള് ഒക്കെ ഭഗവാന്റെ നിത്യദാസരാണ് എന്ന് ഉള്ള അറിവ് നമുക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട്, കർമ്മഫലം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ
ആരാധിക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങും. അങ്ങനെ ഭഗവത് സാക്ഷാത്കാരം സാധിക്കും നമുക്ക്. അതുമല്ലെങ്കിലോ ഇവിടെ വർണ്ണാശ്രമ ധർമ്മത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വർണ്ണാശ്രമ ധർമ്മം അനുഷ്ഠിച്ച്, അതായത് 4 വർണ്ണങ്ങളെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എല്ലാവരും അവരവരുടെ ധർമ്മം ചെയ്യുക. അങ്ങനെ ധർമ്മത്തിൽ കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അത് ഭക്തിഭരിതമായിട്ടുള്ള, അതായത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയാത്തവർക്ക് ഈ വർണ്ണാശ്രമ വ്യവസ്ഥിതി അനുസരിച്ചിട്ടുള്ള അവനവന്റെ ധർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. അതായത് നമ്മൾ അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതൊക്കെ അതിനനുസരിച്ചിട്ടുള്ളതാണ്. ഞാനും നാരായണൻ, നീയും നാരായണൻ, ആ വഴിക്ക് പോകാം എന്നാണ് പറയുന്നത്. അപ്പം ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ധ്യാനിക്കാനും കഴിവില്ലെങ്കിൽ വേദവിധി അനുസരിച്ചിട്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർക്ക് വെവ്വേറെ വിധിക്കപ്പെട്ടിട്ടുള്ളവയും ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിൽ പറയുന്നവയുമായിട്ടുള്ള കർമ്മങ്ങള് അനുഷ്ഠിക്കണം. പക്ഷെ എങ്ങനെയാണെങ്കിലും കർമ്മ ഫലത്തെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ആ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അതായത് ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, പരമദിവ്യത്വം പുരുഷനെ പ്രാപിക്കാന് 2 മാർഗങ്ങളാണ്. ഒന്ന് ക്രമീകമായിട്ടുള്ള വളർച്ച, ഒന്ന് നേരിട്ടുള്ള മാർഗം. അതായത് നമ്മൾ മുകളിലേക്ക് കയറാൻ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാം, സ്റ്റെപ്പ് ഉപയോഗിക്കാം, ഇല്ലേ? സ്റ്റെപ്പിൽ കൂടിയാ കയറുന്നെങ്കിൽ ഓരോ പടി ചവിട്ടി ചവിട്ടി കയറണം. അതാണ് ഇവിടെ ക്രമീകമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്. അതായത് ഭക്തിയുടെ 8 പടികൾ, ഇല്ലേ? സാധു ശ്രദ്ധ, സാധുസംഗ, അനർത്ഥ നിവർത്തി, ഭജനക്രിയ, ഇങ്ങനെ ഓരോ പടി ചവിട്ടി കയറി അവസാനം എന്തിലെത്തും? ഭാവ പ്രേമയുടെ തലത്തിൽ നമ്മൾ എത്തിച്ചേരും. അതുമല്ലെങ്കിലോ പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. എന്ത്? രാജവിദ്യ, രാജഗുഹ്യം, അതായത് ഭക്തിയുടെ സേവനം. ഭക്തിയുടെ സേവനത്തിൽ കൂടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ പ്രാപിക്കാന് ശ്രമിക്കുക. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കൃഷ്ണാവബോധത്തിൽ കൂടിയുള്ള ഭക്തിയുടെ സേവനം. മറ്റേതിലാണെങ്കിലോ കർമ്മഫലത്തെ ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ കർമ്മഫലത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നു നമ്മൾ. അപ്പൊ അവിടെ നമുക്കൊരു ചിന്തയും വരില്ല. ഭഗവാന്റെ ആ സന്തോഷം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അങ്ങനെ കർമ്മഫലം ഉപേക്ഷിക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ധ്യാനമാർഗത്തിൽ കൂടി പോയി, അതായത് അഷ്ടാംഗയോഗ വഴിയിൽ കൂടി പോയിട്ട് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. പിന്നീട് ആ പരമാത്മജ്ഞാനം നേടി ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് പടിപടിയായിട്ട് ഇതിനൊക്കെ സമയമെടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നേരിട്ടുള്ള മാർഗം, അതായത് ഭക്തിയുടെ സേവനത്തിന്റെ മാർഗം എല്ലാവർക്കും സ്വീകരിക്കാനാവില്ല. അങ്ങനെയുള്ളവർ ഏതെങ്കിലും വഴിയിൽ കൂടി മുന്നേറാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അർജുനൻ ഉപദേശിച്ചു കൊടുത്തത് ഈ വളഞ്ഞ വഴികളൊന്നും അല്ല ഉപദേശിച്ചു കൊടുത്തത്. ഏതാണ്? ഭക്തിയുടെ സേവനത്തിന്റെ പാതയാണ് അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. കാരണം എന്താണ്? അർജുനൻ പ്രേമഭക്തിയുടെ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആ തലത്തിൽ എത്താത്തവർക്ക് വേണ്ടിയിട്ടാണ് കർമ്മഫലത്തെ ഉപേക്ഷിക്കുക, അതുവഴി ജ്ഞാനം നേടുക, പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിന്, അതായത് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ആ ബ്രഹ്മൻ എന്താണെന്ന് മനസ്സിലാക്കുക, ബ്രഹ്മനെ സാക്ഷാത്കരിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് പരമാത്മാവിനെ മനസ്സിലാക്കുക, ആ പരമാത്മ സാക്ഷാത്കാരം നേടി വീണ്ടും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇതിന് ധാരാളം സമയം എടുക്കുന്നതാണ്. ഇത് വളരെ ലോങ് പ്രോസസ്സാണ്. ഇത് ഈ ജന്മം കൊണ്ടൊന്നും ഇത് നമുക്ക് അതിന്റെ ഫലപ്രാപ്തി കിട്ടില്ല നമുക്ക്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭക്തി സേവനത്തിന്റെ മാർഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മളുടെ മനസ്സ് ബുദ്ധി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ട് നേരിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഭക്തൻ ഒരിക്കലും ഭൗതിക തലത്തിലല്ല ജീവിക്കുന്നത്. അതീന്ദ്രിയ തലത്തിലാണ്, ആധ്യാത്മിക തലത്തിലാണ് ഭക്തൻ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയായാലും ഭഗവാനെ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യണം. അതാണ് എല്ലാ അധ്യായത്തിലും ഭഗവാൻ പറയുന്നത്.
എന്നിലെ ശരണാഗതി അടയൂ, എന്നെ സേവിക്കൂ എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. അപ്പൊ ഇതുവരേക്കും ഭഗവാനെ പ്രാപിക്കാനുള്ള ഓരോ വഴികളാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്, ഇല്ലേ? ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ടുള്ള ആ ഫലങ്ങളും ഇവിടെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഭഗവാൻ പതുക്കെ അടവ് മാറ്റിയിട്ട് ഇനി എന്താ പറയുന്നത്? ഭഗവാൻ എങ്ങനെയുള്ള ഭക്തനെയാണ് ഇഷ്ടം എന്ന് ഭഗവാൻ നമ്മളോട് നേരിട്ട് പറഞ്ഞു തരികയാണ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ മേഴ്സി എന്ന് പറയുന്നത്. വേറെ ആരെങ്കിലും ഇത് പറയുമോ? എനിക്ക് ഇങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്കിഷ്ടം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളൊക്കെ എങ്ങനെയാവണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാനും നമുക്കതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഇവിടെ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. ഇത് ഒരാഴ്ച ഇത് വായിച്ചാൽ മതി, നമുക്ക് ബൈഹാർട്ടാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ ആവണമെന്ന് നമുക്ക് സ്വയം നമ്മളാവും. അങ്ങനെ ഭഗവാൻ പറയുന്ന മാതിരി നമ്മളായി തീരും, അതിന് യാതൊരു സംശയമില്ല. അത്രയ്ക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഭഗവാൻ പറയുന്നത്, എനിക്ക് ഇങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്കിഷ്ടം എന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. അതായത് അദ്വേഷ്ട സർവഭൂതാനം, എല്ലാ ജീവികളോടും ദ്വേഷഭാവത്തിലല്ലാതെ, അതായത് ദോഷരഹിതനായിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. എല്ലാവരുമായിട്ടും മൈത്രിയോടെ, അതായത് മിത്രഭാവം, സഖ്യഭാവത്തിൽ എല്ലാവരോടും പെരുമാറുക. പിന്നെ എല്ലാവരോടും കരുണയുള്ളവനാകണം, ദയ കാണിക്കുന്ന എല്ലാവരോടും. പിന്നെ സ്വാർത്ഥത പാടില്ല, നിസ്വാർത്ഥനാവണം. നിരഹങ്കാരം, ഒട്ടുമേ അഹങ്കാരം പാടില്ല, മിഥ്യ അഹങ്കാരം പാടില്ല. പിന്നെ സുഖം വന്നാലും ദുഃഖം വന്നാലും, അതായത് സ്ഥിതപ്രജ്ഞന്റെ തലത്തിൽ നമ്മൾ നിലകൊള്ളണം. ഒക്കെ ഭഗവാന്റെ ഇഷ്ടമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് നമ്മൾ ഇന്നതൊക്കെ അനുഭവിക്കണം എന്നുള്ളത് എന്ന് കരുതി അതിനെ നമ്മള് ഭഗവാനെ ഒന്നും കൂടി ശക്തമായിട്ട് മുറുക്കെ പിടിച്ച് ആ അവസ്ഥ മറികടക്കാനും, നമ്മൾ ഭഗവാന്റെ സഹായം കൊണ്ട് മറികടക്കാനും നമ്മൾ പരിശ്രമിക്കണം. പിന്നെ ഏതവസ്ഥയിലും സമചിത്തത പാലിക്കണം. അതാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞത്. നമുക്ക് പല അധ്യായങ്ങളിലെ 2-ാമത്തെ അധ്യായത്തിലെ 4-ലൊക്കെ നമ്മൾ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ ഭക്തിയോഗിയായിരിക്കണം. ഭക്തിയോഗത്തിൽ കൂടി മുന്നോട്ട് പോയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്, അതാണ് നിയന്ത്രിതാത്മാവ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ട് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, ആ ഭഗവാനെ പ്രാപിക്കാൻ ഭക്തിയുടെ സേവനം തന്നെ വഴിയുള്ള എന്നുള്ള ദൃഢനിശ്ചയത്തിൽ കൂടി മനസ്സും ബുദ്ധിയും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നിവിടെ ഭഗവാൻ പറയുകയാണ്. അതായത് സമോഹം സർവഭൂതേഷു, ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ഭക്തരായാലും അഭക്തരായാലും 9-ാം അധ്യായത്തിൽ എനിക്ക് ആരോടും പക്ഷപാതമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഭഗവാൻ ഉടൻ തന്നെ മാറ്റി പറയുന്നുണ്ട്, ആരാണ് എന്നെ ഭക്തിപൂർവം എന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നത്, അങ്ങനെ എന്നെ ആരാധിക്കുന്നത്, അവരോട് ഞാൻ അല്പം ചായ്വ് കാണിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പം മാത്സര്യം കൂടാതെ എല്ലാ ജീവസത്തകളുടെയും സുഹൃത്തായിട്ട്, ഒന്നിനോട് നമ്മൾ അവകാശ ബോധമില്ലാതെ, മിഥ്യാഹങ്കാരമില്ലാതെ, സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഭക്തിയുടെ സേവനത്തിൽ വരുന്ന ഒരു ഭക്തന്റെ അതിവിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ സാധന ഭക്തി പരിശീലിക്കുന്നവരാണ്. നമ്മൾ ഭക്തിയുടെ തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ഭക്തി പരിശീലിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഭക്തി മാർഗത്തില് പിച്ച വെക്കുന്നതേ ഉള്ളൂ നമ്മള്. അപ്പം അങ്ങനെയുള്ള നമ്മളില് സാധന ഭക്തിയില് മുന്നോട്ട് പോകും തോറും നമ്മളുടെ ഉള്ളില് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഗുണങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, ക്ലേശാഗ്നി ശുഭദ, പിന്നെ ക്ലേശാഗ്നി ശുഭദ
മോക്ഷ ലഘുതാകൃത്, സാന്ദ്രാനന്ദ വിശേഷാത്മ എന്നിങ്ങനെ പല ഗുണങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളില് വന്നു ചേരും എപ്പോഴാണ് നമ്മൾ ഭക്തിയുടെ സേവനത്തിന്റെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പം ആ ആത്മാവിന്റെ ഗുണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആത്മാവിന്റെ ഗുണങ്ങൾ കൈവരിക്കാന് ഭക്തി ദേവിയുടെ സഹായം കൊണ്ട് നമുക്ക് സാധിക്കും. എപ്പോഴാണ് നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ഉള്ളില് ഒട്ടുമേ അഹങ്കാരം വരില്ല. നമ്മളൊക്കെ എത്ര ഉയർന്ന തലത്തിലെത്തിയാലും നമുക്കറിയാം ഇതൊന്നും നമ്മളുടെ മിടുക്കുകൊണ്ടല്ല, ഭഗവാന്റെ മേഴ്സ് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഓരോ സേവനവും ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു തോന്നല് നമ്മളുടെ ഉള്ളിൽ വരും. അപ്പൊ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല ഒരു തരത്തിലും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ചുറ്റുമുള്ളവരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ എത്രയോ പേരോട് പറയുന്നുണ്ട് നാമം ജപിക്കൂ, സത്സംഗത്തിൽ വരൂ, പക്ഷെ ആരും അത് കേൾക്കാറുണ്ടോ? ഇല്ല. വരുന്നത് വളരെ ചുരുക്കം പേരാണ് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ്? അപ്പം സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവമാണിത്. അപ്പൊ നമുക്ക് അവരെ മാറ്റാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളുടെ പ്രവൃത്തിയിലൂടെ. അതായത് ഒരു ഭക്തന്റെ ജീവിതത്തില് സുഖവും വരും, ദുഃഖവും വരും. നമ്മളും ബദ്ധാത്മാക്കളാണ്, ഇല്ലേ? ഭഗവാന്റെ ഭക്തിമാർഗത്തിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ബദ്ധാത്മാക്കൾ ആകാതിരിക്കുന്നില്ല. നമ്മളും ബദ്ധാത്മാക്കളാണ്, നമ്മളും പാപാത്മാക്കളാണ്, പതിതരാണ് നമ്മൾ. അപ്പം നമുക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. സുഖവും വരും, ദുഃഖവും വരും. അപ്പം ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മൾ ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതി ഭഗവാന്റെ സഹായത്തോടെ ആ ദുഃഖങ്ങളെ അല്ലെങ്കിൽ ആ ക്ലേശങ്ങളെ മറികടക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കും ഭക്തിമാർഗത്തിന്റെ മഹത്വം എത്രയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കൂടി നമ്മളുടെ വഴിയില് കൊണ്ടുവരാന് നമുക്ക് സാധിക്കും. അവർക്ക് മനസ്സിലാകും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അവര് ഭഗവാനെ ഉപേക്ഷിക്കുന്നില്ലല്ലോ, ആ ഭക്തിയുടെ സേവനത്തിന്റെ പാത അവര് വിട്ടുപോകുന്നില്ലല്ലോ. അപ്പൊ ഇതിൽ എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവര് ഈ വഴിയിലേക്ക് വരാൻ അവരും തയ്യാറാകും. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ കൂടി ഇതിലെ കൊണ്ടുവരാന് നമുക്ക് സാധിക്കും. വൈഷ്ണവരെപ്പോഴും പരദുഃഖ ദുഃഖിയാണ്. നമ്മളുടെ ദുഃഖത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളവരുടെ ദുഃഖത്തിനാണ്, മറ്റുള്ളവരുടെ സങ്കടാവസ്ഥയിൽ അവരെ സഹായിക്കാനാണ് നമ്മൾ ഒരു വൈഷ്ണവൻ എപ്പോഴും ശ്രമിക്കുക. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി അവർക്കും ദുഃഖം വരുമ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഭക്തൻ എങ്ങനെയാണ് അവരുടെ ദുഃഖങ്ങളെ മറികടന്നത് എന്ന് മനസ്സിലാക്കി അവരും നമ്മളുടെ പാതയില് വരും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അതായത് നമ്മൾ സന്തുഷ്ടനാകണം, നമ്മളും ആത്മസംയമനം ഉള്ളവനാകണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തതിന് വർദ്ധന. അതായത് സമൂഹത്തിലെ ഒരു നേതാവ് എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും സമൂഹത്തിലുള്ളവർ പോകുന്നത്. അയാള് തെറ്റായ വഴിയിൽ കൂടി പോവുകയാണെങ്കിൽ സമൂഹവും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കും. നമുക്കറിയാം കാട്ടിലെ മൃഗങ്ങൾ, അവർക്കൊരു നേതാവുണ്ട്, അല്ലെ? കുറച്ച് പ്രായമായിട്ടുള്ള മൃഗമായിരിക്കും ഏറ്റവും മുന്നിൽ നടക്കുക. കാരണം ആ മൃഗത്തിനറിയാം കാട്ടിലുള്ള എല്ലാ അപകടങ്ങളും ഓരോ മുക്കും മൂലയും ആ മൃഗത്തിന് സുപരിചിതമാണ്. അപ്പൊ അത് പോകുന്ന വഴിയെ മറ്റുള്ള മൃഗങ്ങള് ആ മൃഗത്തെ അനുഗമിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഞങ്ങൾക്ക് ആ നേതാവിന്റെ പിന്നാലെ പോയാൽ നമുക്ക് യാതൊരു അപകടവും വരില്ല എന്ന്. അപ്പൊ അവര് ഉറച്ച വിശ്വാസത്തോടെയാണ് ആ നേതാവിനെ പിന്തുടരുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ ഒരു ഭക്തനെ പിന്തുടർന്നു കഴിഞ്ഞാല് മറ്റുള്ളവർക്കും ഭക്തി മാർഗത്തില് മുന്നോട്ട് പോകാന് സാധിക്കും. അതാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ആധ്യാത്മിക ഗുരു കാണിച്ചു തരുന്ന വഴിയെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്കൊരിക്കലും പതനം ഉണ്ടാവില്ല എന്ന് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് നമ്മൾ ഭഗവാനെയും നമ്മളുടെ ഗുരുവിനെയും നമ്മൾ ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ഭക്തിയോടെയും നമ്മൾ സേവിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ. നമ്മള് ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം. ഗുരുമുഖ പത്മവാക്യ ചിത്തേതേ കുര്യ ഐശ, ഇല്ലേ? നമ്മുടെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. നമ്മൾ ദിവസവും ശ്രീല പ്രഭുപാദരുടെ ഗുരു മഹാരാജിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കണം. അപ്പൊ അവരുടെ മുഖത്തു നിന്ന് വരുന്ന വാക്കുകൾ നമ്മളുടെ ഹൃദയത്തില് പതിഞ്ഞിരിക്കും. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാല് നമുക്ക് സദാസമയം ഭഗവാനെ ആരാധിക്കാനും ഭഗവാനെ പറ്റി ചിന്തിക്കാനും ഭഗവാനെ ധ്യാനിക്കാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ളവരാണ് യോഗി എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവാന്റെ
ഭഗവാനിലെ മനസ്സിനെയും ബുദ്ധിയെയും കേന്ദ്രീകരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ യോഗി എന്ന് പറയുന്നുണ്ട്. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ, അങ്ങനെയുള്ളവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കുമെന്ന് പറയുന്നു. യഥാത്മാ എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്വഭാവത്തെ നമ്മുടെ നിയന്ത്രണത്തില് കൊണ്ടുവരിക, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് മനസ്സും ബുദ്ധിയും ഭഗവാനില് കേന്ദ്രീകരിക്കുക. അതാണ് യഥാത്മാ എന്ന് പറയുന്നത്. അതുപോലെ മൈത്ര പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരും നമ്മളെ പോലെ, നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിയുന്നു, അവരും ഭഗവാന്റെ തണലിലാണ് എന്ന് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അത് കരുതി നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ മൈത്രി ഭാവത്തോടെ നമ്മൾ പെരുമാറണം. കാരുണ്യ പറഞ്ഞാല് ദുഃഖിതരോട് കരുണ കാണിക്കുക. പിന്നെ നിർമ്മമ എന്നുള്ള വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ തന്നെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്, ഈ ഭൗതിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുക. നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. പക്ഷെ നമ്മൾ രോഗിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ നമ്മൾ ചെയ്യുക. ഇതിനൊന്നും അത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാല് ഏത് നിമിഷവും നശിക്കാം, ഇല്ലേ? അടുത്ത നിമിഷം ഇത് കത്തിച്ചാമ്പലാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ നമ്മളെ കിട്ടുന്ന സമയം ഭഗവാന്റെ സേവനത്തില് മുഴുകുക. അതിനെയാണ് നിർമ്മമ എന്ന് പറയുന്നത്. ഒന്നിനോടും മമത ഇല്ലാണ്ടിരിക്കുക. നമുക്കിപ്പം മമത നമ്മളുടെ ശരീരത്തിനോടാണ്. ആ മമത ഉപേക്ഷിക്കുക. ആ മമത അറ്റാച്ച്മെന്റ് ആരിലാവണം? ഭഗവാനിലേക്ക് കൊടുക്കുക. ഒരു ഭക്തൻ നമ്മുടെ ശരീരത്തെ തൻ്റെതായോ താനായിട്ടോ കരുതുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ഇത് ഭൗതിക ദേഹമല്ല എന്ന് ഒരു ഭക്തൻ അറിയാം. അതുകൊണ്ട് ഒരിക്കലും മിഥ്യാഹങ്കാരം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരു സ്ഥിതപ്രജ്ഞന്റെ തലത്തിൽ എത്തിച്ചേരാൻ ഒരു ഭക്തനെ സാധിക്കുന്നു. കാരണം ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ദുഃഖം വരുന്നതും സുഖം വരുന്നതും എന്ന് മനസ്സിലാക്കാനുള്ള സവിശേഷ ബുദ്ധി ആ ഭക്തന് ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ക്ഷമയോടെ സഹിഷ്ണുതയോടെ ആ സന്ദർഭത്തെ മറികടക്കാൻ ഒരു ഭക്തന് സാധിക്കുന്നു. അതുകൊണ്ട് ഭക്തൻ എങ്ങനെ നോക്കിയാലും സംതൃപ്തനാണ് എന്നാണ് ഇവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നു. അതുകൊണ്ട് തന്നെയുമല്ല, ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഒരു ഭക്തൻ ഭക്തിയോഗിയുമാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ദൃഢനിശ്ചയം ഉള്ളവനാണ്. അതുകൊണ്ട് മിഥ്യായിട്ടുള്ള വാദങ്ങൾക്കൊന്നും ഒരു ഭക്തനെ സ്വാധീനിക്കാം, ഒരു പ്രലോഭനങ്ങൾ കൊണ്ട് ഒരു ഭക്തനെ വീഴ്ത്താന് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ ആ വ്യക്തി ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ഒന്നുകൊണ്ടും ആ ഭക്തന്റെ മനസ്സ് മാറ്റാന് ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? പരമസത്യം പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ തന്നെയാണ് എന്ന് ആ ഭക്തന് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ആ വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്നിവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പം ലാഭമായാലും നഷ്ടമായാലും ഒക്കെ സമചിത്തതയോടെ നേരിടാൻ ഒരു ഭക്തനെ സാധിക്കുന്നു. താൻ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴി. അതായത് ഭക്തിയോഗത്തിൽ വന്നിട്ട് ഭക്തിയുടെ സേവനത്തിന്റെ മാർഗത്തിലെ കൃഷ്ണാവബോധത്തോടെ മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ല വഴി എന്ന ഭക്തൻ അറിയാം. താൻ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആ വഴി വിട്ട് ഒരു ഭക്തൻ ഒരിക്കലും സഞ്ചരിക്കില്ല. ഇത് തന്നെയാണ് ആ ഭക്തന്റെ നേട്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിപരീത പരിസ്ഥിതികൾ വന്നാലും മാറ്റമില്ലാതെ ഭക്തൻ ആ വഴിയെ തന്നെ നിലകൊള്ളും. മറ്റുള്ളവരോട് ഒരിക്കലും ഈർഷ്യാലുക്കളാകുന്നില്ല എന്നിവിടെ ഭഗവാൻ ശ്രീല പ്രഭുപാദരെ പറയുന്നുണ്ട്. അപ്പം ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നല്ല ഗുണങ്ങൾ കൈവരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളെ ഭക്തിയുടെ സേവനം സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് അസുഖം വന്നു, നമുക്ക് സർജറി വേണം, ഹോസ്പിറ്റലിൽ പോകും, ഇല്ലേ? ഡോക്ടർ സർജറി ചെയ്യുന്നത് മനഃപൂർവ്വമാണോ? നമ്മളെ ദ്രോഹിക്കാനാണോ? അല്ല. നമ്മളുടെ ആ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അല്പം വേദനിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ
സ്വർണത്തിന് മാറ്റൊരുക്കുന്ന മാതിരി ഉരച്ചൊരച്ച് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളുടെ ജീവിതത്തില് കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഒരിക്കലും, ഒരു ഭക്തൻ ഒരിക്കലും മറ്റൊരു ഭക്തനെ വേദനിപ്പിക്കില്ല. പക്ഷെ ഭഗവാൻ നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ വരുത്തിയാലും നമ്മൾ ഭഗവാനെ പഴിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അപരാധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഭക്തനെ ദ്രോഹിക്കണമെന്നൊരു ഉദ്ദേശം ഭഗവാൻ ഒരിക്കലുമില്ല. അപ്പൊ ഭഗവാൻ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നല്ലതായാലും മോശമായാലും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. അതിനനുസരിച്ചിട്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലെ വെറും പാവകളാണ്. ഭഗവാൻ ഇഷ്ടമുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സാധിക്കും. നമ്മൾ നിന്നു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പം നമ്മൾ അതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതും. അങ്ങയുടെ കയ്യിലെ ഉപകരണമാക്കുക എന്നാണ് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കേണ്ടത്. ഇനി 15ാമത്തെ ശ്ലോകം. യസ്മാന്നോദ്വിജതേ ലോകോ ലോകാന്നോദ്വിജതേ ചയ ഹർഷാമർഷ ഭയോദ്വേഗമുക്തോ യസ്യ മേ പ്രിയഃ. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മളെ 2ാം അധ്യായത്തിലെ 70-71 ശ്ലോകങ്ങളെ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പഠിച്ചു. പിന്നെ 1-2 അധ്യായങ്ങളിലെ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി, അതായത് സ്ഥിരബുദ്ധി ഉദിച്ചുള്ള ഒരു ഭക്തൻ ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ആ ഭക്തൻ ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോപം, ഭയം, സന്തോഷം, സംഭ്രമം ഇവയൊന്നും കൊണ്ട് ആ ഭക്തനെ വ്യാമോഹിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതിൽ നിന്നൊക്കെ മുക്തനാണ് സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ ഭക്തൻ എപ്പോഴും ഭഗവാനിൽ സമർപ്പിതനാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് അറിയാം ഞാൻ ഭഗവാന്റേതാണ് എന്ന്. ആ വ്യക്തിക്ക് നല്ലവണ്ണം അറിയാം. മറ്റുള്ളവരും ഭഗവാന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, അവരും ഭഗവാന്റേതാണ് എന്ന് കരുതിയാണ് അങ്ങനെയുള്ള ഒരു ഭക്തൻ പെരുമാറുക. അതുകൊണ്ട് ആ ഭക്തൻ എങ്ങനെയുള്ളവനായിരിക്കും? ത്രിനാദഭി സുനീചേന തരോരഭി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. തന്നെ അപമാനിച്ചാലും ബഹുമാനിച്ചാലും ഒക്കെ ആ ഭക്തൻ ഒരേപോലെ കണക്കാക്കും. നമ്മളെ ബഹുമാനിച്ചാൽ അതില് അഹങ്കരിക്കില്ല, അതില് സന്തോഷിക്കത്തുമില്ല, അപമാനിച്ചാലും ദുഃഖിക്കത്തുമില്ല. അങ്ങനെയുള്ള ഒരു ഭക്തനാണ് സ്ഥിരധി അല്ലെങ്കിൽ സ്ഥിരബുദ്ധി കൈവരിച്ചവനെന്ന് പറയുന്നു. അപ്പൊ നമ്മള് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരുന്ന ഭഗവാൻ നമ്മൾക്ക് വഴികാട്ടി തരും. അപ്പം ഒരു ഭക്തന് ആരോടും ഒരു കടപ്പാടില്ല, ആരുമായിട്ടും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആരോടുമില്ല ഒരു ഡിവോട്ടിക്ക്, ഒരു ഭക്തന്. അപ്പം ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാന്റെ ഭക്തന്റെ ഗുണവിശേഷങ്ങൾ ഇവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഭക്തനെ കണ്ടാൽ ആർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഭക്തൻ ആരെയും ഉപദ്രവിക്കില്ല, ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പരദുഃഖം ദുഃഖയാണ് ഒരു വൈഷ്ണവൻ എന്ന് പറയുന്നത്. പകരം മറ്റൊരു ഭക്തന് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ആ ഭക്തന് ചെയ്തു കൊടുക്കുകയാണ് ഒരു വൈഷ്ണവൻ ചെയ്യുക. അതേസമയം നമ്മളെ വിഷമിപ്പിച്ചാലോ ഒരിക്കലും തിരിഞ്ഞ് നിന്ന് ചോദ്യം ചെയ്യില്ല. എന്നോട് എന്തിനങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്നെ പറ്റി എന്തിനങ്ങനെ സംസാരിച്ചു എന്നൊരിക്കലും ഒരു ഭക്തന്റെ വായിൽ നിന്ന് വരില്ല. സഹിഷ്ണുതയാണ് ഒരു വൈഷ്ണവന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. തന്നെ അപമാനിച്ചാലും ബഹുമാനിച്ചാലും ഒക്കെ ഒരേപോലെ കണക്കാക്കി സഹിഷ്ണുതാ ഭാവത്തോടെയാണ് ഒരു ശുദ്ധഭക്തൻ പെരുമാറുക. അപ്പൊ ഒരു ഭക്തൻ എന്ത് ചെയ്താലും മറ്റുള്ളവരുടെ ക്ഷേമം മുൻനിർത്തിയ ഒരു ഭക്തന് പ്രവർത്തിക്കുകയുള്ളൂ. കാരണം എന്താണ്? ആ ഭക്തൻ ഭഗവാനെ ആത്മാർത്ഥമായിട്ടാണ് സേവിക്കുന്നത്. നമുക്കറിയാം ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തിലുണ്ടായ ദുരന്തം ഇല്ലേ? ശ്രീല പ്രഭുപാദര് ബിസിനസ് ചെയ്തിരുന്നു, മരുന്ന് കമ്പനി നടത്തിയിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം പൊട്ടി.
അപ്പൊ ശ്രീല പ്രഭുപാദര് ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്തത്. അപ്പൊ എന്താണ് പ്രഭുപാദര് തീരുമാനിച്ചത്? എനിക്ക് ഭഗവാനെ സേവിക്കാൻ, അതേവരെയും പ്രഭുപാദര് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മുക്തനായി ഞാൻ. കാരണം പരിപൂർണമായിട്ടും എനിക്ക് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയം കിട്ടിയെന്നാണ് ശ്രീല പ്രഭുപാദര് തീരുമാനിച്ചത്. അപ്പൊ ഇതാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെങ്ങനെ ഭഗവാന്റെ സേവനത്തിലേക്ക് നമുക്ക് കൂടുതൽ വിനിയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഒരു ഭക്തൻ ചിന്തിക്കുക. അല്ലാതെ എനിക്കിത് വന്നല്ലോ, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് വന്നു ഇങ്ങനെ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്യുക. അപ്പൊ അത്രയും സമയം കൂടി ഭഗവാന്റെ സേവനത്തിനായിട്ട് തിരഞ്ഞെടുക്കാനാണ് ഒരു ഭക്തന് ശ്രമിക്കുക. കാരണം എന്താണ്? ഒരു ഭക്തൻ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാവബോധത്തിലാണ്. മനസ്സും ബുദ്ധിയും എപ്പോഴും ഭഗവാനിലാണ്. ആ തലത്തിലാണ് ഒരു ഭക്തൻ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ളതൊന്നും ഒരു ഭക്തനെ ബാധിക്കുകയില്ല. അതേസമയം ഭൗതികതയിൽ മുഴുകിയിരിക്കുന്നവർ എന്തെങ്കിലും അല്പ സന്തോഷം വരുമ്പോഴത്തേക്ക് അമിതമായിട്ട് സന്തോഷിക്കും, ദുഃഖം വരുമ്പോൾ അമിതമായിട്ട് ദുഃഖിക്കും. പക്ഷെ ഒരു ഭക്തൻ ഒരിക്കലും അങ്ങനെയല്ല എന്നിവിടെ പറയുന്നുണ്ട്. ഇപ്പം ഭൗതിക തലത്തിലുള്ളവര് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ ഉടനടി തിരിഞ്ഞു നിൽക്കും, ഇല്ലേ? അല്ലെങ്കിൽ തിരിച്ചവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക. നമ്മളുടെ പ്രവൃത്തികളൊക്കെ നമുക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖം വരും, ഉടനെ ഡിപ്രഷൻ വരും, ഇല്ലേ? അങ്ങനെ പലതരത്തില് നമ്മൾ ആ ക്ലേശങ്ങൾക്ക് അടിമപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ഭക്തൻ ഇതിനൊക്കെ അതീതനാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഉപദേശാമൃതത്തിലെ 1-ാമത്തെ ശ്ലോകം നോക്കിയാല് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വാചോവേഗം മനസ്സാക്രോധവേഗം ജിഹ്വാവേഗം ഉദരോപസ്ഥവേഗം ഏതാൻ വേഗാന്യോ വിഷേധീര സർവാമപീമാം പൃഥ്വീംസ ശിഷ്യാത്. അതായത് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും വാക്കിനെ നിയന്ത്രിക്കാനും നാവിനെ നിയന്ത്രിക്കാനും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്തനെ ലോകത്തിലുള്ളവരെ മുഴുവൻ ശിഷ്യനാക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാര്. അവർ ഈ തലത്തിലെത്തിയവരാണ്. അപ്പൊ ഈ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്തമാധികാരിയെയും സൂചിപ്പിക്കുന്നുണ്ട്, കനിഷ്ഠ അധികാരിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഉത്തമാധികാരി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഉന്നത തലത്തിലെത്തിയത് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരാണ്. കനിഷ്ഠ അധികാരി പറയുമ്പോൾ നമ്മളെ പോലുള്ളവരാണ്. നമ്മൾ ഭക്തിമാർഗത്തിൽ വന്നിട്ടേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തില് നല്ലതായാലും മോശമായാലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ പ്രതികരിക്കും, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മളെ കനിഷ്ഠ അധികാരികളായിട്ട് നമ്മളെ കണക്കാക്കുന്നത്. ഉപദേശാമൃതത്തിലെ രൂപ ഗോസ്വാമി 3 തരത്തിലുള്ള ഭക്തരെ കുറിച്ച് പറയുന്നുണ്ട്: കനിഷ്ഠ അധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. ഇത് ഉത്തമാധികാരിക്കും കനിഷ്ഠ അധികാരിക്കും ഉദാഹരണമാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം: അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ. അപ്പൊ ഇവിടെ അനപേക്ഷ പറഞ്ഞാല് ഭഗവാന്റെ അടുക്കലും ഒന്നുമേ അപേക്ഷിക്കില്ല. ഭഗവാൻ എന്ത് തന്നാലും, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, എന്തനുഭവം വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മളൊക്കെ ഇപ്പം ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും, നീണ്ട ലിസ്റ്റുകളാവും. അതിൽ 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവും നമ്മളുടെ മനസ്സിൽ. അത് സാധിക്കണം, ഇത് സാധിക്കണം, ഇല്ലേ? ശരിയായിട്ടുള്ള ഒരു ഭക്തൻ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഭഗവാൻ എന്ത് തരുന്നുവോ അത് മോശമായാലും നല്ലതായാലും അത് അതേപടി ഉൾക്കൊള്ളുക, അത് അനുഭവിക്കുക. പിന്നെ ശുചിയായിരിക്കും, അത് എപ്പോഴും വൃത്തിയുള്ളവനായിരിക്കും. ദക്ഷ പറഞ്ഞാല് സാമർഥ്യമുള്ളവനായിരിക്കും, കഴിവുള്ളവനായിരിക്കും. ഉദാസീന പറഞ്ഞ ഇവിടെ മടിയല്ല അർത്ഥം. പിന്നെ നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒരേപോലെ കണക്കാക്കുക, അതിലൊക്കെ ഉദാസീനനായിരിക്കും എന്നാണ് നമ്മളിവിടെ അർത്ഥം എടുക്കേണ്ടത്. പിന്നെ വ്യഥയില്ലാത്തവനായിട്ട്, ദുഃഖങ്ങളില്ലാത്തവനായിട്ട്, സർവാരംഭ പരിത്യാഗി, എല്ലാ പ്രയത്നങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചവനായിട്ട്. അങ്ങനെയുള്ള ഒരു ഭക്തൻ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ഭക്തൻ ആരെങ്കിലും അങ്ങനെയുള്ള ഒരു ഭക്തനായിട്ടുണ്ടെങ്കിൽ ആ ഭക്തനെയാണ് എനിക്കിഷ്ടം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് ഒന്നിനെയും സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠാവ്യഥ എന്നിവയില്ലാത്തവനും ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഭക്തന് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഉടനെ ആ ഭക്തൻ എന്താ ചെയ്യുക, അതെങ്ങനെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാം എന്നാണ് ഭക്തൻ ചിന്തിക്കുക. ഇപ്പൊ ഒരു ഭക്തന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു, ഉടനെ ആ ഭക്തൻ എന്ത് ചെയ്യും? ഉടനെ ടെമ്പിൾ ഇല്ലാത്തതാണെങ്കിൽ ടെമ്പിൾ ഉണ്ടാക്കാനുള്ള വഴി ആലോചിക്കും. അപ്പൊ അവിടെ ക്ഷേത്രം ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടുകയല്ല, ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ക്ഷേത്രം വേണം എന്നായിരിക്കും അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും ഭക്തരാക്കി മാറ്റുക എന്നായിരിക്കും ആ ഭക്തൻ ആഗ്രഹിക്കുക. അപ്പൊ ആ ഭക്തന്റെ കയ്യിൽ എന്തു കൊടുത്താലും അത് സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥ മനോഭാവത്തോടെ, അതായത് പൈസ കിട്ടിയാൽ എനിക്ക് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വീട് പണിയാം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ഇത് ഉപയോഗിക്കാം എന്നല്ല ഭക്തൻ ചിന്തിക്കുക. അത് ഭഗവാന്റെ സേവനത്തിന് പൈസ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഒരു ഭക്തൻ ചിന്തിക്കുക. അതിനായിട്ട് ആ ഭക്തൻ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ പണത്തിന് വേണ്ടി ഒരിക്കലും ഒരു ഭക്തൻ പരിശ്രമിക്കരുത് എന്നിവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള പൈസ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തൻ ഒരിക്കലും ഒന്നിനെ കുറിച്ചും സംഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഭക്തൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു ഭക്തൻ എങ്ങനെയാവണമെന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കും. ദിവസവും 2 നേരം സ്നാനം ചെയ്യും. പിന്നെ ബാഹ്യമായിട്ടും കുളിക്കുന്നതുകൊണ്ട് നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ശുചിയെ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. അത് മാത്രം പോരാ ഒരു ഭക്തന്. ആന്തരികമായിട്ട് നമ്മൾ ശുദ്ധരായിരിക്കണം. നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവും നമ്മളെ ശുചിയാക്കി വെക്കണം. ആന്തരിക ശുചിക്കാണ് പ്രാധാന്യം കൂടുതൽ. അപ്പൊ അങ്ങനെയും നമ്മള് ശുചിത്വം പാലിക്കണം, നമ്മള് വിശുദ്ധരാവണം. അതുപോലെ തന്നെ ആ ഭക്തന്റെ ശാസ്ത്രങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു പാർട്ടിയിലും പെടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലോ ഒന്നും ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു ഭക്തന് ആഗ്രഹിക്കില്ല. ഭഗവാന്റെ പാർട്ടി, അതാണ് ഒരു ഭക്തന്റെ പാർട്ടി എന്ന് പറയുന്നത്. അതിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഒരു ഭക്തന് ആഗ്രഹിക്കുക. അപ്പൊ ഒരു ഉപാധികളും, അതായത് തതോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മല ഋഷികേന ഋഷികേശ സേവനം ഭക്തിരുത്തമം. ഒരു കണ്ടീഷനും ഇല്ലാതെ അഹേതുകി അപ്രദേഹത ആത്മാ സുപ്രസീദതി, ഒരു ഉപാധികളും ഇല്ലാതെ ഒരു കണ്ടീഷനും ഇല്ലാതെ ഭഗവാനെ സേവിക്കുക, അതാണ് ഒരു ശുദ്ധഭക്തൻ എന്ന് പറയുന്നത്. അപ്പം ഈ ശരീരത്തെ അതിനായിട്ട് ഉപയോഗിക്കും. നമ്മളുടെ ശരീരം ഭക്തിയുടെ സേവനത്തിനുള്ള ഒരു ഉപാധിയാണ് എന്ന് കരുതി ആ ശരീരത്തെ ഭൗതിക സേവനത്തിൽ ഏർപ്പെടുത്തുകയാണ് ഒരു ഭക്തൻ ചെയ്യുന്നത്. അതിനായിട്ടാണ് ഭഗവാൻ നമുക്ക് മനുഷ്യ ശരീരം തന്നിരിക്കുന്നത് എന്ന് ആ ഭക്തൻ അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ആ ഭക്തന് പ്രവർത്തിക്കുക. ഭക്തിയുടെ സേവനത്തിന്റെ നിയാമക തത്വങ്ങൾ ലംഘിക്കാൻ ഒരിക്കലും ഒരു ഭക്തന് തയ്യാറാവില്ല. ഇപ്പൊ ഇവിടെ പ്രഭുപാദർ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വലിയ കെട്ടിടം പണിയാൻ ഒട്ടേറെ ശക്തി വിനിയോഗിക്കേണ്ടതുണ്ട്. തന്റേതായ ഭക്തിയുടെ സേവനം പുരോഗതിക്ക് ഉതകുന്നതല്ലെങ്കിൽ അങ്ങനെ ഒരു കെട്ടിടം പണിയാൻ ആ ഭക്തൻ തയ്യാറാവില്ല എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന് വേണ്ടി ക്ഷേത്രം പണിയിക്കാനും ഭഗവാന് വേണ്ടി എന്ത് ക്ലേശം സഹിക്കാനും ഒരു ഭക്തന് തയ്യാറാവും. പക്ഷെ സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി ക്ലേശം സഹിക്കാനോ ഒരു വീട് പണിയാനോ ഒരു ഉത്തമ ഭക്തൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയുടെ സേവനത്തിന് ആ വഴിയെ മുന്നേറാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഒരു ശുദ്ധ ഭക്തന് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജിതം രക്ഷിഷ്യേതി വിശ്വാസവും ഗോത്രത്തെ വരണം തഥ. അതായത് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക, ഭക്തിക്ക് തടസ്സം നിൽക്കുന്ന മാർഗങ്ങളെ ഉപേക്ഷിക്കുക. പിന്നെ എപ്പോഴും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട്, ഭഗവാൻ നമ്മളെ ഏതവസ്ഥയിലും പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം. ഇത് ശരണാഗതിയാണ്. ഭഗവാന് ശരണാഗതി സ്തോത്രമാണിത്. ഇത് നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളില് ഉണ്ടാവണം. അപ്പം ഇപ്പോൾ നമ്മൾ പലതും ആഗ്രഹിക്കും, ഇല്ലേ? നമ്മൾ പലതരത്തിൽ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നാളെ അത്
എന്തായിട്ട് മാറും? നമുക്ക് അപകടമായിട്ട് മാറുന്നതായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ നമ്മളതൊന്നും ഓർമ്മിക്കില്ല. നമ്മളുടെ ആ നിമിഷത്തെ ഒരു ഇതിന് നമ്മൾ എടുത്തു ചാടി പലതും ചെയ്യും, നമ്മൾ പലതും വ്യാമോഹങ്ങളിൽ നമ്മൾ ഏർപ്പെടും. പക്ഷെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്, ഇല്ലേ? ഇത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണിത്. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നാളെ നമുക്ക് ഒരു പക്ഷേ അത് നമുക്ക് ദോഷമായിട്ട് അനുഭവപ്പെട്ടേക്കാം എന്ന് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. അതുപോലെ ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്, അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘർഷ ലൗല്യം ച ഷഡ്ഭിർ ഭക്തിർ വിനശ്യതി. അതായത് നമ്മൾ അമിതമായിട്ട് പ്രസാദമാണെങ്കിലും അല്പമേ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. പ്രസാദത്തിന്റെ രുചി ഓർത്തിട്ട് നമ്മൾ വലിച്ചു വാരി കഴിക്കും, പക്ഷെ അത് നമ്മളെ ഭൗതികമായിട്ടുള്ള ആസക്തിയിലേക്ക് നമ്മളെ നയിക്കും. മധുരം ഒരു ലിമിറ്റായിട്ട് നമ്മൾ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ മധുരം ജാസ്തിയാവാൻ പാടില്ല. ഒരു ലിമിറ്റിൽ കൂടുതൽ മധുരം ഉപയോഗിക്കാൻ പാടില്ല. അമൃതമായാലും അധികമായാൽ വിഷമാണെന്ന് പറയുന്ന പോലെ നമ്മൾ അമിതമായിട്ട് പ്രസാദം കഴിച്ചാലും ഈ എരിവ്, ഉപ്പ്, പുളി, മധുരം ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ചാലും നമ്മളുടെ ആസക്തി വർദ്ധിക്കാനേ അത് സഹായിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രസാദം ഉണ്ടാക്കുമ്പോഴും പ്രസാദം ഭക്ഷിക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ പ്രസാദം പാഴാക്കാൻ പാടില്ല. പിന്നെ പ്രജൽപ്പം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. നിയാമക തത്വങ്ങൾ ഫോളോ ചെയ്തിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക. അഭക്തരുമായിട്ടുള്ള സംഘം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് സാധിക്കില്ല എങ്കിലും കഴിയുന്നിടത്തോളം അത് ഒഴിവാക്കാൻ നമുക്ക് നമ്മൾ പരിശ്രമിക്കണം. പിന്നെ നമുക്കൊരിക്കലും അത്യാഗ്രഹം പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിമാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ വഴിക്ക് പോകുന്ന ഒരു ഭക്തനെയാണ് ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുക. ഇനി അടുത്തത്, യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയ. അപ്പം ഒരു ഭക്തൻ ഒരിക്കലും യോന ഹൃഷ്യതി, അതായത് എന്തെല്ലാം ഒരു ഭക്തന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടന്നാലും ഭക്തൻ അമിതമായിട്ട് ഒരിക്കലും സന്തോഷിക്കില്ല. ന ദ്വേഷ്ടി, ആരോടും വെറുപ്പ് കാണിക്കില്ല. ന ശോചതി, എന്തു വന്നാലും ആ ഭക്തൻ ഒരിക്കലും ദുഃഖിക്കില്ല. ന കാംക്ഷതി, ഒന്നുമേ ആഗ്രഹിക്കില്ല. ശുഭാശുഭ പരിത്യാഗി, ശുഭാശുഭങ്ങളെയൊക്കെ, അതായത് എന്തെല്ലാം നന്മകൾ വന്നാലും എന്തെല്ലാം തിന്മകൾ തന്റെ ജീവിതത്തിൽ വന്നാലും അതിനെയെല്ലാം ഒരേപോലെ ഉപേക്ഷിക്കും. അത് ഒന്നിനോടും സംഘം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഭക്തനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് എനിക്കിഷ്ടം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും മനസ്സിലായി മാതാജി? അൺമ്യൂട്ടാണോ? എല്ലാവരും വരിക. മാതാജിയോട് ആദരപൂർവ്വം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ